പത്മജ വേണുഗോപാൽ ബി.ജെ.പിയുടെ പടികടന്നെത്തിയിട്ട് വർഷം രണ്ടാവുകയാണ്. 2024 മാർച്ചിലാണ് പത്മജ ബി.ജെ.പിയിൽ അംഗത്വമെടുത്തത്. വർഷം രണ്ട് പിന്നിട്ടിട്ടും കേരളത്തിൽ ബി.ജെ.പിയുടെ മുഖമായി മാറാൻ പത്മജയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ചില ഇടപാടുകൾക്ക് ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടനയിൽ ചെറിയ സ്ഥാനം പ്രതീക്ഷിച്ചുവെങ്കിലും അതുമുണ്ടായില്ല. നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കളം പിടിക്കാനാണ് പത്മജ വേണുഗോപാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ ഇഷ്ടക്കാർക്ക് സീറ്റ് വാങ്ങി നൽകി തൃശൂർ ബി.ജെ.പിയിൽ ശക്തമായ സാന്നിധ്യമാകുവാൻ പത്മ ശ്രമിക്കുമ്പോൾ അത് വലിയ പൊട്ടിത്തെറികളിലേക്കാണ് കടക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് തൃശൂരിൽ പല മുന്നേറ്റങ്ങൾക്കും പത്മജ ശ്രമിച്ചിരുന്നു. എന്നാൽ ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായ തൃശൂർ പിന്നീട് ഇടതുപക്ഷത്തേക്ക് ചരിയുന്നതാണ് അത് സാക്ഷ്യം വഹിച്ചത്. നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ബി.ജെ.പി ജയിച്ച ഏക മണ്ഡലമാണ് തൃശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലടക്കം ഭരണം പിടിക്കാൻ ബി.ജെ.പി ഇറങ്ങുമ്പോഴാണ് പത്മജയുടെ ഇടപെടലുകൾ താളം തെറ്റിക്കുന്നത്. സ്വന്തം ഇഷ്ടക്കാർക്ക് സീറ്റ് നൽകാൻ പത്മജ ശ്രമിക്കുമ്പോൾ ബി.ജെ.പിക്ക് വേണ്ടി വർഷങ്ങളായി പാർട്ടിയിൽ നിന്ന് നേതാക്കന്മാരാണ് ഇപ്പോൾ വിമതരായി മത്സരിക്കുന്നത്. ഇത് പത്മജയ്ക്കെതിരെ ബി.ജെ.പിക്കുള്ളിൽ പടയൊരുക്കം ശക്തമാക്കിയിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷനിൽ വടൂക്കര 41 ഡിവിഷനിലാണ് ബി.ജെ.പി പ്രവർത്തകർ വിമത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത്. ബി.ജെ.പി പ്രവർത്തകനായ CR സുർജിത്താണ് സ്ഥാനാർത്ഥി. കോൺഗ്രസിൽ നിന്നെത്തിയ പത്മജ വേണുഗോപാലിന്റെ സമ്മർദ്ദത്തിൽ വാർഡിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തത് മത്സരിപ്പിക്കുന്നതിനാലാണ് വിമത സ്ഥാനാർത്ഥിയെ നിർത്തുന്നതെന്നാണ് വിശദീകരണം വന്നിരിക്കുന്നത്. കോൺഗ്രസ് മണ്ഡലം മുൻ പ്രസിഡന്റും മുൻ കൗൺസിലറുമായ സദാനന്ദൻ വാഴപ്പള്ളിയാണ് ബി.ജെ.പി ഔദ്യോഗിക സ്ഥാനാർത്ഥി. കോൺഗ്രസിൽ നിന്നെത്തിയ വ്യക്തിക്ക് സീറ്റ് വാങ്ങി നൽകിയത് പത്മജ ഇടപെട്ടാണെന്നാണ് വിമതർ ആരോപിക്കുന്നത്. നേരത്തെ സദാനന്ദന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി പ്രാദേശിക ഭാരവാഹികൾ രാജിവെച്ചു. ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ചാണ് പത്മജ കോൺഗ്രസിൽ നിന്ന് ചാക്കിട്ട് പിടിക്കുന്നവർക്ക് സീറ്റ് നൽകാൻ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്നത്. നേരത്തെ ദേശീയ കൗൺസിൽ അംഗമാക്കിയത് മാറ്റി നിർത്തിയാൽ പത്മജ ആഗ്രഹിച്ചതൊന്നും ബി.ജെ.പിയിൽ നിന്ന് ലഭിച്ചില്ലെന്ന് വേണം പറയാൻ. ഉപാധികളില്ലാതെ ബി.ജെ.പിയിൽ ചേരുന്നുവെന്നാണ് പത്മജ അറിയിച്ചത്. എന്നാൽ ചില ഉപാധികൾ ഉണ്ടായിരുന്നുവെന്നതാണ് വാസ്തവം. മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയും കേരള രാഷ്ട്രീയത്തിലെ അതികായനുമായ കെ കരുണാകരന്റെ മകളാണ് പത്മജ. മുൻ മുഖ്യമന്ത്രി AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ സാധിച്ച ബി.ജെ.പിയുടെ അടുത്ത ലക്ഷ്യമാണ് പത്മജയിലൂടെ നിറവേറിയത്. തൃശൂരിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റാണ് പത്മജ ലക്ഷ്യം വയ്ക്കുന്നത്. നേരത്തെ തൃശൂരിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച പത്മജ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. നേരിയ മാർജിനിലാണ് അന്ന് തോറ്റത്. ഇക്കുറി തൃശൂർ ബി.ജെ.പിയുടെ പിന്തുണയുണ്ടെങ്കിൽ അനായാസം ജയിക്കാമെന്നാണ് പത്മജ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ തൃശൂരിൽ MP ആയി ബി.ജെ.പി ടിക്കറ്റിൽ സുരേഷ് ഗോപി വിജയിച്ചതോടെ തൃശൂർ നിയമസഭ സീറ്റ് പിടിക്കാമെന്ന ചിന്ത ബി.ജെ.പിയിലെ നേതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ കയറി വന്ന പത്മജയ്ക്ക് പകരം തങ്ങൾക്ക് തന്നെ മത്സരിച്ചാൽ എന്താണെന്ന ചിന്ത ഈ നേതാക്കന്മാർക്ക് വന്നു കഴിഞ്ഞു. ഇതോടെ പത്മജ അപകടം മണത്തു തുടങ്ങിയിട്ടുണ്ട്. ഇതോടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് മുകളിലേക്ക് കയറിയുള്ള കളികൾക്ക് പത്മജ ഇറങ്ങിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ അത് നേട്ടമാക്കി ഉയർത്തിക്കാട്ടി കേന്ദ്ര സർക്കാരിൽ വലിയ പദവിയും ഈ നേതാവ് ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അതേസമയം വർഷം രണ്ടാകാറായിട്ടും പാർട്ടിക്കുള്ളിൽ കാര്യമായ പരിഗണന കിട്ടാത്തതിൽ വലിയ ദുഃഖിതയാണ് പത്മജ. നേരത്തെ ഡൽഹിയിൽ പത്മജയെ ലഫ്റ്റനന്റ് ഗവർണർ ആക്കാനുള്ള നീക്കം കേന്ദ്രത്തിലെ ബി.ജെ.പി നടത്തിയിരുന്നു. കേരളത്തിലെ നേതാക്കന്മാരാണ് അന്ന് ആ നീക്കത്തിന് തുരങ്കം വെച്ചത്. വലിയ വാർത്ത പ്രതീക്ഷിച്ചിരുന്ന പത്മജ ക്യാമ്പ് അന്ന് നിരാശയിലേക്ക് വഴിമാറി. പിന്നീടാണ് തൃശൂർ നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ പത്മജ തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവ് പത്മജയുടെ സഹോദരനുമായ K മുരളീധരൻ പത്മജയെ നൈസായിട്ട് ട്രോൾ ചെയ്ത് കേരളം കണ്ടതാണ്. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഒരാൾ പോയിട്ടും കുലുങ്ങിയില്ലെന്ന് പറഞ്ഞ മുരളി പത്മജ പഠിക്കാൻ പോകുന്നതേയുള്ളൂ എന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു.